മൂന്നാമത്തെ അധ്യായത്തിലേക്ക് കടക്കാം. മധുമാനോ വനസ്പതി. ഈ പാഠഭാഗത്ത് നമുക്ക് പറയുന്നത് സസ്യങ്ങളെക്കുറിച്ചാണ്. സസ്യങ്ങളുടെ ഉപയോഗങ്ങളെക്കുറിച്ചും അവ നമുക്ക് ഏതെല്ലാം രീതിയിൽ പ്രയോജനപ്പെടുത്താമെന്നുമാണ് ഈ പാഠഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇപ്പം നിങ്ങൾ ഈ ചിത്രത്തിൽ തന്നെ പലതും കാണുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇതൊക്കെ നമുക്ക് പരിചയമുള്ള വസ്തുക്കളാണ്. നമ്മൾ കഴിക്കുന്നതാണ്, പിന്നെയോ മരുന്നിനായിട്ട് ഉപയോഗിക്കുന്നവയാണ് ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിനകത്ത് ഹരിദ്ര എന്ന് പറഞ്ഞാൽ എന്താ? മഞ്ഞൾ എന്തായിട്ടാണ് ഉപയോഗിക്കുന്നത്? സർവ വിഷഹാരിണിയായിട്ടാണ് ഉപയോഗിക്കുന്നത്. എല്ലാ വിഷങ്ങൾക്കും നമ്മൾ ശരീരത്തിൽ എന്ത് വിഷം, തേളുകുത്ത, അങ്ങനത്തെ കരിങ്കനി, അങ്ങനത്തെ ഒക്കെ കടിക്കൂല, അപ്പോൾ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? മഞ്ഞൾ തേച്ചാൽ അത് മാറിക്കിട്ടും എന്ന് പറയുന്നു. ആമലകി, നെല്ലിക്ക എന്താണ്? ഊർജപ്രദായനിയാണ്. നമ്മൾ ഒരു നെല്ലിക്ക ഒരു ദിവസം കഴിച്ചാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും നല്ല എനർജി കിട്ടുമെന്നാണ് പറയുന്നത്. നിംബഹ, വേപ്പ്, വ്രണനാശക. ഈ ഓരോരോ വ്രണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ അത് തേച്ചിട്ടാൽ മാറും. തുളസി, വിഷഹാരിണി. തുളസിയും ഉരച്ചാൽ നമ്മൾ എന്താണ്? എന്തെങ്കിലും വിഷം കടിച്ചു പോയാൽ അത് മാറിക്കിട്ടും. അപ്പോൾ പിന്നെ നമുക്ക് ഇതിൽ ഒരു സുഭാഷിതം ഉണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക. ദശകൂപ സമാവാപി, ദശവാപി സമോ ഹൃദ, ദശഹൃദ സമോ പുത്രോ, ദശപുത്ര സമോ ദ്രുമഹ. എന്ന് വെച്ചാൽ എന്താണ്? ഈ സുഭാഷിതത്തിൽ പറയുന്നത് 10 കിണറുകൾക്ക് തുല്യമാണ് ഒരു കുളം, അതേപോലെ 10 കുളങ്ങൾക്ക് തുല്യമാണ് ഒരു തടാകം, അതേപോലെ 10 തടാകങ്ങൾക്ക് തുല്യമാണ് ഒരു പുത്രൻ, 10 പുത്രന്മാർക്ക് തുല്യമാണ് എന്ത്? ഒരു വൃക്ഷം അല്ലെങ്കിൽ ഒരു മരം. അപ്പോൾ ഒരു മരത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് അത്രയ്ക്കും കാര്യങ്ങളാണ്. നമുക്കറിയാം അല്ലേ? ഒരു മരം വെട്ടി മുറിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന അതിലുള്ള പക്ഷികൾക്കുള്ള ആവാസസ്ഥലം നഷ്ടപ്പെടുന്നുണ്ട്, നമുക്ക് തണൽ നഷ്ടപ്പെടുന്നുണ്ട്, പിന്നെയോ ഈ മണ്ണൊലിപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഒരു മരം വെട്ടി കഴിഞ്ഞാൽ അത് നമുക്ക് അത്യാവശ്യത്തിനായിരിക്കും നമ്മളത് വെട്ടി മുറിക്കുന്നത്, പക്ഷേ അതെന്താണ്? അവിടെ വേറൊരു തൈ നടാൻ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഈ സുഭാഷിതം നമുക്ക് ഏതിൽ നിന്നാണ്? സുരപാലൻ്റെ വൃക്ഷായുർവേദം. ആരാണ്? വൃക്ഷായുർവേദം എഴുതിയത് ആരാണ്? വൃക്ഷങ്ങളെക്കുറിച്ച്, സസ്യജാലങ്ങളെക്കുറിച്ചൊക്കെ അതിൻ്റെ മഹിമകളെക്കുറിച്ചും എല്ലാം ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സുരപാലൻ്റെ വൃക്ഷായുർവേദം. അപ്പോൾ ഒരു ചോദ്യം അതിൽ തന്നെ കിട്ടി നമുക്ക്. എന്താണ്? വൃക്ഷായുർവേദസ്യ കർത്താ കഹ. ആരാണ് വൃക്ഷായുർവേദത്തിൻ്റെ കർത്താവ്? സുരപാലൻ. പിന്നെ അത് തന്നെ തിരിച്ചു നമ്മളോട് ചോദിക്കാം. എന്താണ്? സുരപാലേന വിരചിതഃ ഗ്രന്ഥഃ കഹ. സുരപാലൻ്റെ രചിച്ച ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്താ പറ്റും? വൃക്ഷായുർവേദം. അപ്പോൾ അങ്ങനെ ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നല്ലോണം ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക കേട്ടോ. ഇതിൽ തന്നെ ഓരോരോ വരിയും നിങ്ങൾ വായിച്ചു നോക്കുക. അപ്പോൾ എത്ര തരത്തിലാണ് സസ്യങ്ങളെ എന്താണ് പകുത്തു വെച്ചിരിക്കുന്നത്? നമ്മൾ 4 വിധത്തിലാണ് ഇവിടെ നമുക്ക് പറയപ്പെടുന്നത് കേട്ടോ. 4 വിധത്തിലാണ് നമ്മൾ സസ്യങ്ങളെ പകുത്തിരിക്കുന്നത്. പിന്നെ ശതപഥ ബ്രാഹ്മണം, ഋഗ്വേദം, തൈത്തിരീയ സംഹിത, ഇതിലൊക്കെ എന്താണ്? ഭാരതത്തിലെ എല്ലാ സസ്യജാലങ്ങളെക്കുറിച്ചും നമുക്കിതിൽ പറഞ്ഞിരിക്കുന്നുണ്ട്. മഹാഭാരതത്തിലെ ശാന്തി പർവ്വത്തിലും സസ്യങ്ങളുടെ സുഖദുഃഖങ്ങൾ, നമ്മൾ ജീവിതത്തിൽ, മനുഷ്യരുടെ ജീവിതത്തിൽ എന്തൊക്കെ സുഖങ്ങളും ദുഃഖങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട് അല്ലേ? അതേപോലെ സസ്യജാലങ്ങളും ഇതൊക്കെ അനുഭവിക്കുന്നുണ്ടെന്ന് മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. മഹാഭാരതം എഴുതിയതാരാണ്? വ്യാസമുനിയാണ്. അത് ഓർത്ത് വയ്ക്കുക. ഇതിലെ ഏത് പർവ്വത്തിലെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്? ഏതാണ്? ശാന്തി പർവ്വം കേട്ടോ. മഹാഭാരതത്തിലെ ശാന്തി പർവ്വം. അതിനകത്ത് തന്നെ ഓരോരോ കാര്യങ്ങൾ വായിച്ചു നോക്കുക. അതിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്നും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞു, സസ്യാനി സർവാണി പ്രമുഖതയാ വൃക്ഷഃ വനസ്പതിഃ വീരുദ് ഓഷധി. ഏതൊക്കെയാണ്? വൃക്ഷം, വനസ്പതി, വീരുദ്, ഓഷധി. ഇങ്ങനെ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എപ്പോഴും എന്തായാലും ചോദിക്കാം കേട്ടോ. അപ്പം വൃക്ഷത്തെ എന്താണ് പറയുന്നത്? ഫലാത് പൂർവം പുഷ്പാണി സ്പഷ്ടം ദൃശ്യതേ സ വൃക്ഷഃ.
അപ്പോൾ ഫലാത് പൂർവം നമ്മൾ അതിൻ്റെ പഴങ്ങൾ ഉണ്ടാവുന്നതിന് മുന്നേ പൂക്കൾ നന്നായിട്ട് കാണുന്നത് അങ്ങനെയുള്ള ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിനെയാണ് ഫലാത് പൂർവം പുഷ്പാണി സ്പഷ്ടം ദൃശ്യന്തേ സ വൃക്ഷഃ. അപ്പോൾ അത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കാം. പിന്നെ അവ്യക്ത പുഷ്പഃ യഹ ഫലതി സ ഏവ വനസ്പതി. അപ്പോൾ വനസ്പതി എന്ന് പറയുന്നത് എന്താണ്? അവ്യക്ത പുഷ്പം എന്താണ്? പുഷ്പങ്ങളൊന്നും കാണില്ല, പക്ഷേ കായ്ഫലം ഉണ്ടായിരിക്കും. പ്രധാനേഹി പ്രസാരിത ബീരുദ്. നമ്മളെ നിലത്തൊക്കെ ഇങ്ങനെ പടർന്ന് പന്തലിക്കുന്ന എല്ലാത്തിനെയും നമ്മൾ നമുക്ക് കായ്ഫലം തരുന്ന, ഇപ്പം കോവല് പറയുന്നില്ലേ, പിന്നെ അങ്ങനത്തെ നിലത്ത് കുഷ്മാണ്ഡം എന്ന് പറഞ്ഞാൽ എന്താ? മത്തൻ, ആ ഇതിൽ പെടുന്ന കേട്ടോ. പിന്നെ പ്രധാനേഹി പ്രസരിത ഫലഭാഗാന്ത ഔഷധിശ്ച. ഔഷധിയല്ല, ഔഷധി എന്ന് പറഞ്ഞാൽ എന്താ? കായ്ഫലം ഉണ്ടായി കഴിഞ്ഞിട്ട് ആ ചെടി അങ്ങ് നശിച്ചു പോകും. നമ്മൾ അതിന് ഉദാഹരണമായിട്ട് പറയുന്നത് എന്താണ്? നമ്മൾ വാഴ പറയുന്നില്ലേ, കദളി, പിന്നെ വ്രീഹി ഒക്കെ പറയുന്ന പോലെ കേട്ടോ. അപ്പം വ്രീഹി, നെല്ലൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂലല്ലോ. അപ്പം അതൊക്കെ പിന്നെ അതിൻ്റെ ഉദാഹരണങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ആമ്ര ജംബവാദയ വൃക്ഷാഹ. ഏതൊക്കെയാണ്? ആമ്രം എന്ന് പറഞ്ഞാൽ എന്താണ്? മാവ്, ഞാവല്, പിന്നെ നമുക്ക് പരിചയമുള്ള ഏതൊക്കെയാ? നാളികേരം അല്ലേ, തേങ്ങ, പിന്നെ പൂഗഹ, അടക്ക, കിട്ടുന്ന ഏതാ? പൂഗഹ, കവുങ്ങ്. അപ്പോൾ ഇതൊക്കെ എന്താണ്? വൃക്ഷത്തിൽ നമുക്ക് അതിൻ്റെ പൂവുകൾ ആദ്യം കാണാൻ പറ്റും അല്ലേ? ഇതൊക്കെ കൊഴിഞ്ഞ് വീഴില്ലേ, നമ്മൾ കാണല്ലേ നിലത്തെല്ലാം മാവിൻ്റെ പൂക്കളൊക്കെ കൊഴിഞ്ഞിട്ട് മാമ്പൂ വീണിട്ട് അത് പിന്നെ എന്തായിട്ട് മാങ്ങയായിട്ട് മാറുന്നത്. പിന്നെ അങ്ങനെയുള്ളതിനെയാണ് എന്ത് പറയുന്നത്? വൃക്ഷം കേട്ടോ. പിന്നെ അടുത്തത് പൂക്കൾ അങ്ങനെ നമ്മൾ കാണില്ല. പൂക്കൾ കാണാതെ തന്നെ നമ്മൾ കാണാറുണ്ട് പനസം. എന്താണ് പനസ് എന്ന് പറഞ്ഞാൽ? എന്താ? പ്ലാവ്, ചക്ക ഉണ്ടാവുന്നേ. അപ്പോൾ ചക്ക തരുന്നില്ലേ, നല്ല ഇതാണ് അല്ലേ, ഏറ്റവും എല്ലാം ഉള്ള ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണോ ചക്ക? പനസോ ഉദുംബരം അത്തിമരം. അപ്പോൾ ഇതൊക്കെ എന്തിൽ പെടുന്നു? വനസ്പതിയിൽ പെടുന്നു. അപ്പം ഞാൻ ഈ അടയാളപ്പെടുത്തുന്ന നിങ്ങൾ നോക്കുക, ആ ഭാഗമൊക്കെ ഒന്ന് നന്നായിട്ട് എഴുതി പഠിക്കുക കേട്ടോ. എഴുതി പഠിച്ചാൽ നന്നായിട്ട് കിട്ടും. കൂഷ്മാണ്ഡ കർക്കടാദയ വീരുദായിട്ട് ഏതൊക്കെയാണ്? കൂഷ്മാണ്ഡവും കർക്കടവും. കൂഷ്മാണ്ഡം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചിരി വരുന്നുണ്ട് അല്ലേ? അതൊക്കെ എന്താണ്? മത്തൻ, പിന്നെ വെള്ളരി, ആ ഒരു ഇതിൽ പെടുന്നതാണ് കേട്ടോ. പിന്നെ വ്രീഹി ഗോധൂമാദയ ഔഷധിശ്ചേരി. വ്രീഹിയും ഗോധൂമം എന്ന് പറഞ്ഞാൽ എന്താ? വ്രീഹി നേരത്തെ പറഞ്ഞു നെല്ല്, ഗോധൂമം എന്താണ്? ഗോതമ്പ്. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഔഷധികളാണ്. ഇതിൽ പറയുന്നത് ശ്രദ്ധിച്ച് നോക്കാം, 4ആയിട്ട് തിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? വൃക്ഷം, വനസ്പതി, വീരുദ്, ഔഷധിശ്ച. അപ്പോൾ സസ്യാനാം സംരക്ഷണം സർവദാ കരണീയം ഇതി ഉദ്ബോധയന്തി. അപ്പോൾ നമ്മൾ സസ്യങ്ങളെ എപ്പോഴും സംരക്ഷിക്കണം. അതാണ് നമ്മുടെ എപ്പോഴും ഒരു കടമയായിട്ട് നമ്മൾ കണ്ടുവരുത്തേണ്ട കാര്യം. പിന്നെ ഇതിനകത്ത് സാധാരണ പോലെ തന്നെയുള്ള പദച്ഛേദങ്ങൾ നല്ലോണം ഒന്ന് ശ്രദ്ധിക്കുക. പദച്ഛേദ വാക്യങ്ങൾ, പിന്നെ തരുമഹിമ, അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വിവേകശാലി, വിവേകേന ശാലതേ യഹ സ. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കി വെക്കണം കേട്ടോ. പിന്നെ ഇതിനകത്ത് ടിപ്പണി ചോദിക്കാം. അപ്പോൾ തരുമഹിമ, വൃക്ഷത്തെക്കുറിച്ചുള്ള മഹിമ പറയാൻ വേണ്ടിയിട്ട് ഒരു ടിപ്പണി ചോദിക്കാം. അപ്പോൾ അതൊക്കെ നോക്കാം. പിന്നെ ഈ നോക്കിയ വൃക്ഷ വനസ്പതി വീരുദ് ഔഷധി ഇതി ക്രമേണ സസ്യാനം പട്ടികാം കരോതു. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് എന്താണ് ഇതൊക്കെ തരും, ഓരോരോ സാധനങ്ങൾ പേരുകൾ തരും. അപ്പോൾ അതൊക്കെ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ ഓരോന്നും പട്ടികപ്പെടുത്തി എഴുതാൻ പറയണമെങ്കിൽ നിങ്ങൾ ആദ്യം വനസ്പതി എന്താ, വൃക്ഷം എന്താ, വീരുദ് എന്താ, അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കണം. അപ്പോൾ കദളി നമുക്ക് എന്തിൽ പെടുത്താം? ഔഷധി അല്ലേ. പനസഹ വൃക്ഷം, പിന്നെ ദ്രാക്ഷ മുന്തിരി, പൂഗഹ കവുങ്ങ്, അതെന്തിൽ? വൃക്ഷത്തിൽ പെടുത്താം. പിന്നെ ഇങ്ങനെ ഇതൊക്കെ നിങ്ങളൊന്ന് നോക്കി വെക്കുക, ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന്. അപ്പം ഞാൻ ഒന്നും കൂടി പറയാം. ആമ്രം, ജമ്പത, നമ്മൾ ഞാവല്, ഇതൊക്കെ വൃക്ഷത്തിൽ പെടുത്തുന്നുണ്ട്.
പിന്നെ പനസം, ഉദുംബരം ഇതൊക്കെ എന്താണ് വനസ്പതിയിലാണ്. പിന്നെ ദ്രാക്ഷ, കൂഷ്മാണ്ഡം, കർക്കിടം ഇതൊക്കെ എന്താണ് വീരുതാണ്. ഗോസ്തനി എന്ന് പറഞ്ഞാൽ എന്താണ് കോവലാണ് കേട്ടോ. ഗോസ്തനി കോവല്. വ്രീഹി നെല്ല്, ഗോതൂമം ഔഷധി കേട്ടോ. ഇതൊക്കെ ഔഷധിയിൽ പെടുന്നതാണ്. പിന്നെയും ഉദാഹരണങ്ങൾ നമുക്ക് പറയാം. ഇച്ചു, പിന്നെ കരിമ്പ് കണ്ടിട്ടില്ല, നമ്മൾ കഴിച്ച് അത് നശിച്ചു പോവല്ലേ. പിന്നെ യാവനാള, ചോളം അതും ഇതൊക്കെ ഈ വയലിൽ നമ്മൾ കൃഷി ചെയ്യുന്ന അധിക കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, അതൊക്കെ കേട്ടോ. പിന്നെ യഥോചിതം യോജയത, അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി വെക്കാം. ചരകസംഹിത എഴുതിയത് ആരാണ്? ചരകസംഹിത ആരാണ്? ചരകന്റെ അല്ലേ. ഋഷഭഃ ബലീവർദ്ധഃ, വൃക്ഷായുർവേദം സുരപാലഃ, നുദ്യമാനഃ ശാനജന്തം, പനസഃ വനസ്പതി. അപ്പോൾ ഇതൊക്കെ യഥോചിതം യോജയത, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ, ഇതിൽ ചോദിക്കാം. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. ചോദിച്ച തന്നെയാണ്, പിന്നെ നിങ്ങളൊന്ന് മനസ്സിരുത്തി വെക്കാം. വൃക്ഷായുർവേദസ്യ കർത്താ കഃ? സുരപാലഃ. സുരപാലേന വിരചിതഃ ഗ്രന്ഥഃ കഃ? വൃക്ഷായുർവേദ. സസ്യാനി കതിത വിഭക്താനി ചതുർത്ഥ. കോ നാമ വൃക്ഷഃ? ഫലാത് പൂർവം പുഷ്പാണി സ്പുഷ്ടം ദൃശ്യന്തേ സ പുഷ്പ. വനസ്പതി എന്താണ്? അവ്യക്ത പുഷ്പഃ. വീരുത് പ്രധാനേ പ്രസരിത. പിന്നെ ഔഷധി കഃ? ബലഭാഗാന്ത ഔഷധി. വൃക്ഷായുർവേദേ കതി അധ്യായാഃ സന്തി? 13 കേട്ടോ. നമ്മൾ അത് ഓർത്ത് വെക്കുക. എന്താണ്, എത്ര അധ്യായങ്ങൾ നമ്മൾ സംസ്കൃതത്തിൽ നോക്കി വെക്കുക. ത്രയോദശ അധ്യായാഃ. എത്രയാണ്? 13 അധ്യായങ്ങൾ. ആമ്രഃ കസ്യ സസ്യസ്യ ഉദാഹരണം? വൃക്ഷ. കെ ഫലഭാഗാന്ത ഭവതി? ഔഷധി. വനസ്പതേ ഏകം ഉദാഹരണം ലിഖതു? പനസം. വീരുത് ഏകം ഉദാഹരണം? കർക്കടി. വ്രീഹി കസ്യ സസ്യവിഭാഗ ഉദാഹരണം? ഔഷധി. അപ്പോൾ ഓരോന്നും നമ്മളോട് ചോദിക്കുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഇതിൻ്റെ ഉദാഹരണങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു വെക്കണം കേട്ടോ. അത് പഠിച്ചു വെച്ചാൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയും വിട്ട ഭാഗം പൂരിപ്പിക്കാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റണം. വൃക്ഷായുർവേദസ്യ കർത്ത സുരപാല. ഇത് പറഞ്ഞ് തന്നെ പഠിക്കുക കേട്ടോ. വൃക്ഷായുർവേദസ്യ കർത്ത സുരപാല. ബലഭാഗാന്ത ഔഷധി. പ്രധാനൈഹി പ്രസരിത വീരുത്. എത്ര ഫലാത് പൂർവം പുഷ്പാണി സ്പഷ്ടം ന ദൃശ്യതേ തദ്ഭവതി വനസ്പതി. പനസഃ വനസ്പതി ഉദാഹരണം. ഇനി ക്വസ്റ്റ്യൻസ് നമുക്ക് കോഷ്ടകാതു ബ്രാക്കറ്റിൽ നിന്നും തിരഞ്ഞെടുത്ത് എഴുതാൻ പറഞ്ഞാൽ ഉദാഹരണം തരും. കൺഫ്യൂഷൻ ആയി പോരുത്. കറക്റ്റ് പഠിച്ചിട്ട് പോവുക കേട്ടോ. ഇപ്പൊ പറഞ്ഞത് തന്നെ നന്നായിട്ട് വായിച്ച് എടുക്കാം. വൃക്ഷായുർവേദസ്യ കർത്ത സുരപാല. സുരപാലേന വിരചിത ഗ്രന്ഥ വൃക്ഷായുർവേദ. വീരുദ്ധഃ ഉദാഹരണം ദ്രാക്ഷ. പ്രധാനൈഹി പ്രസരിത വീരുത്. ഔഷധി കിം ഭവതി? കദളി. ഔഷധി കദളി. വാഴ നശിച്ചു പോകുന്നതാണ് അല്ലെ, കദളി എന്നാണ് വാഴയ്ക്ക് പറയുന്നത്. സസ്യാനി പ്രമുഖതയാ കതിത വിഭവന്തി ചതുർത്ഥ. വനസ്പതിക്ക് ഉദാഹരണം പനസഃ. ഫലാത് പൂർവം പുഷ്പാണി സ്പഷ്ടം ദൃശ്യതേ വീരുത്. വൃക്ഷസ്യ ഉദാഹരണം കിം ഭവതി? ആമ്രം. ബലഭാഗാന്ത ഭവതി ഔഷധി. വനസ്പതി പനസഃ. യഥോചിതം യോജയത. അപ്പോൾ ചേരുംപടി ചേർക്കാൻ. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? നന്നായിട്ട് അതിൻ്റെ അർത്ഥം പഠിച്ചിട്ട് പോകണം കേട്ടോ, എന്നാലേ കിട്ടുള്ളൂ. വൃക്ഷത്തിന് പെടുന്നത് ആമ്രം, പനസം ഇതൊക്കെ അതിൽ വരുന്നതാണ്. ഔഷധി കദളി. വൃക്ഷായുർവേദം സുരപാലൻ. വൃക്ഷായുർവേദം സുരപാലൻ. ഇതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. അപ്പോൾ അത് ഓർത്ത് വെക്കുക. വൃക്ഷായുർവേദം സുരപാലൻ. ഗോതൂമഃ ഔഷധി. വീരുത് കൂഷ്മാണ്ഡഃ. ഇങ്ങനെ പടർന്നു പോകുന്ന നിങ്ങൾ മത്തനും വെള്ളരിയും ഇളവൻ ഇങ്ങനത്തെ ഇതൊക്കെ കണ്ടിട്ടില്ലേ? അതൊക്കെ എന്താണ്? പടർന്ന് മുറ്റത്ത് അല്ലേ, നമ്മൾ മുറ്റത്തും ഈ കമ്പൊക്കെ വെച്ച് കെട്ടിയിട്ട് അതിലൊക്കെ പടർത്തുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക കേട്ടോ. സമാന പദം. ഇനി സമാന പദം എഴുതാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? അതിൻ്റെ ഒക്കെ അർത്ഥം എന്താണെന്ന് പഠിക്കുക. നിങ്ങൾ തന്നിരിക്കുന്ന അർത്ഥമൊക്കെ ഒന്ന് നോക്കി വെക്കുക. വൃക്ഷത്തിന് നമ്മൾ വേറെ എന്ത് പേര് പറയാം? ദ്രുമം. എന്താണ്? ദ്രുമം. ഉക്തി വജഹ. ഉക്തി പറയുക, വാക്ക് അല്ലേ.
അഭിപ്രായഃ ആശയഃ ആമലകി ധാത്രി. ധാത്രീൻ്റെ പരസ്യമൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ധാത്രി എന്ന് പറഞ്ഞാൽ എന്താണ്? നെല്ലിക്ക. പിന്നെ പദച്ഛേദം ചോദിക്കാം ഇതിൽ തന്നെ. സമ്പന്നേ സമ്പന്നേ അസ്മിൻ, സമ്പന്നേ അധികം അസ്മിൻ, ദുർബലേ അസ്മിൻ, ദുർബലേ അധികം അസ്മിൻ. ഇപ്പോൾ ഓരോ പാഠഭാഗത്തിലുള്ളതും ഒന്നിച്ച് നമുക്ക് ക്വസ്റ്റ്യൻ വരാം കേട്ടോ. അപ്പോൾ അത് ഏതൊക്കെയാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്, അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് എഴുതി നോക്കുക കേട്ടോ ഓരോരോ ക്വസ്റ്റ്യനും. ഉക്തിരിയം, ഉക്തിഹി അധികം ഇയം. ഇപ്പോൾ നമ്മളോടത്ത് കുറച്ച് കാര്യങ്ങൾ തരികയാണ്. എന്താണ് വൃക്ഷം എന്താണെന്ന് ചോദിച്ചാൽ അത് എഴുതാൻ പറ്റണം. വനസ്പതി എന്താണെന്ന് ചോദിച്ചാൽ എഴുതാൻ പറ്റണം. വീരുത് എന്താണെന്ന് എഴുതാൻ പറ്റണം. ഔഷധി. അപ്പോൾ ഇതിനെക്കുറിച്ച് ഏതിനെങ്കിലും കുറിച്ച് ഒരു ടിപ്പണി എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? എഴുതാൻ സാധിക്കണം. കാരണം എങ്ങനെയാ? അത് എന്താണെന്ന് എഴുതുക, അതിൻ്റെ ഡെഫിനിഷൻ എഴുതി കൊടുക്കുക, എന്നിട്ട് അതിന് ശേഷം എന്ത് കൊടുക്കുക? അതിൻ്റെ ഉദാഹരണങ്ങൾ കൊടുക്കുക. അപ്പം നമുക്ക് അതിൻ്റെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത ഏകകത്തിലേക്ക്, പൈതൃകം അല്ലേ. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇനി വേറൊരു പാഠഭാഗം നമ്മൾ ഇതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായിട്ട് നമ്മൾ പഠിക്കാനുള്ള ഒരു പാഠഭാഗമാണ് എന്ത്? കനകധാര. എന്താണ് പാഠത്തിൻ്റെ പേര്? കനകധാര. 4ാമത്തെ പാഠഭാഗം. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന ആചാര്യ ശ്രേഷ്ഠൻ ആരാണ്? ശ്രീ ശങ്കരാചാര്യർ അല്ലേ. അദ്ദേഹത്തെ സംസ്കൃതം എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തേണ്ട ഒരു ആചാര്യനാണ് ശ്രീ ശങ്കരാചാര്യർ. അദ്ദേഹം നമ്മളെ നാട്ടിൽ തന്നെയാണ് ജനിച്ചത്. എറണാകുളത്ത് കാലടിയിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്വൈത ചിന്ത അല്ലേ. നമ്മൾ അദ്വൈതം, ഈ എല്ലാത്തിനേക്കാട്ടും ശ്രേഷ്ഠമായത് ബ്രഹ്മമാണ്, ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന് പറഞ്ഞ ആചാര്യൻ അല്ലേ ശ്രീ ശങ്കരാചാര്യർ. അദ്ദേഹത്തെക്കുറിച്ച് ഈ പാഠഭാഗത്ത് അദ്ദേഹത്തിൻ്റെ മഹിമയാണ് നമ്മൾ ഈ പാഠഭാഗത്ത് അറിയാൻ പോകുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അദ്ദേഹം സന്യാസം നമ്മൾ പണ്ടുള്ള കാലത്ത് ഗുരുകുല വിദ്യാഭ്യാസ കാലത്ത് ഭിക്ഷാടനം നടത്തിയിട്ടാണ് അവർ ജീവിച്ച് പോന്നിരുന്നത്. അപ്പോൾ ഓരോ വീട്ടിലും കയറി ഇറങ്ങി ഭിക്ഷ യാചിച്ച്, അതൊക്കെ അവരുടെ പഠന സമ്പ്രദായമായിരുന്നു. അപ്പോൾ ഒരു പാവപ്പെട്ട വീട്ടിൽ പോവുകയും അവിടെ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കി അവിടെ നെല്ലിക്ക, ഒരു ആമലകം ചുരുണ്ട അത്രയും ഇതായിട്ടുള്ള ഒരു അമ്മ, പാവം പിടിച്ച ഒരമ്മ അല്ലേ, ബ്രാഹ്മണ സ്ത്രീ, അവർക്ക് ഒന്നുമില്ലാത്ത ദാരിദ്ര്യം നിവൃത്തിക്ക് വേണ്ടിയിട്ട് ശങ്കരാചാര്യർക്ക് അത്രയും വിഷമം തോന്നുകയും ദേവിയെ, ഐശ്വര്യദേവതയെ പ്രാർത്ഥിച്ച് നെല്ലിക്ക, സ്വർണ്ണ നെല്ലിക്ക, കനകധാര ചെയ്തു, മഴ പെയ്യിച്ചു എന്നാണ് പറയുന്നത്, സ്വർണം. അപ്പോൾ നിങ്ങൾ ഈ പാഠഭാഗത്തുള്ള ഓരോ ശ്ലോകവും എടുത്തെടുത്ത് വായിച്ചു നോക്കുക. എന്നിട്ട് ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കേണ്ടത് മാധവ വിദ്യാരണ്യ സ്വാമി. ആരാണ് മാധവ വിദ്യാരണ്യ സ്വാമി? ശങ്കര ദിഗ്വിജയം നാമ ഗ്രന്ഥസ്യ കർത്ത. മാധവ വിദ്യാരണ്യ സ്വാമി അദ്ദേഹമാണ് ശങ്കരാചാര്യരെ കുറിച്ചുള്ള ശങ്കര ദിഗ്വിജയം എന്ന പുസ്തകം, മഹാകാവ്യം എഴുതിയത്. അദ്വൈത ചിന്താ പ്രതിഷ്ഠാപകഃ കഃ ശ്രീ ശങ്കരാചാര്യഃ. അദ്വൈത ചിന്താ പ്രതിഷ്ഠാപകഃ കഃ ശ്രീ ശങ്കരാചാര്യഃ. ശ്രീ ശങ്കരാചാര്യस्य ജന്മ കുത്ര അഭവത്? കാലടി. കാലടിയിലാണ് ആര് ജനിച്ചത്? ശ്രീ ശങ്കരാചാര്യ. അവിടെ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്, ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി. അവിടെയാണ്, അതിൻ്റെ സെൻറ്ററിലാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ശങ്കരാചാര്യരും ആ യൂണിവേഴ്സിറ്റിയും ഒക്കെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ സംസ്കൃതം എന്താണ്, അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ പഠിക്കാനും നിങ്ങളൊക്കെ വലിയ വലിയ ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ പഠിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ അത് ശങ്കരാചാര്യർ അവിടെയുള്ള മഠത്തിലൊക്കെ പോവാം, അവിടെ സ്തൂപം അങ്ങനെ ഒക്കെ ഉണ്ട് ശങ്കരാചാര്യർ. കാലടിയിൽ ഒരിക്കൽ സമയം ഉണ്ടാകുമ്പോൾ നിങ്ങൾ പോവുക, പരിചയപ്പെടുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഓരോ ശ്ലോകമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് പദച്ഛേദം നോക്കുക, അന്വയം നോക്കുക, വിഗ്രഹവാക്യങ്ങൾ നോക്കുക കേട്ടോ. അപ്പോൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഓരോന്നിൻ്റെയും ശ്ലോകത്തിൻ്റെ അർത്ഥങ്ങളും ഇതെല്ലാം മനസ്സിലിരുത്തുക. എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. കാരണം അതാണ് നമുക്ക്
ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്. ഇതിൻ്റെ പാഠഭാഗത്തുള്ള കാര്യങ്ങൾ തന്നെയാണ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ പഠിച്ചെടുക്കാം. കനകധാര നാമ പാഠക കസ്മാത് ഗ്രന്ഥ സ്വീകൃത. ഏതിൽ നിന്നാണ് കനകധാര എടുത്തിരിക്കുന്നത്? ഏതിൽ നിന്നാണ്? ശങ്കര ദിഗ്വിജയത്തിൽ നിന്ന്. ഏതിൽ നിന്നാണ്? ശങ്കര ദിഗ്വിജയം. അപ്പോൾ അത് നോക്കുക കേട്ടോ, അതൊന്ന് എഴുതി പഠിക്കുക. ശങ്കര ദിഗ്വിജയം. ഗുരുകുലെ ഭിക്ഷാർത്ഥം അടൻ ശങ്കരഹ കസ്യ ഗൃഹം പ്രവിവേശ. എവിടെയാണ് സന്യാസിയായിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഗുരുകുല വിദ്യാഭ്യാസ സമയത്ത് ഈ കൂട്ടുകാരെ കൂടെ എവിടെയാണ് പോയിരിക്കുന്നത്? ഒരു ബ്രാഹ്മണ ഗൃഹത്തിൽ ഭിക്ഷാടനത്തിനായിട്ട് പോവുകയാണ്. ബ്രാഹ്മണസ്യ ഗൃഹേ. ബ്രാഹ്മണസ്യ ദാരിദ്ര്യ നിവൃത്തിയെ ശങ്കരഹ കിം കൃതവാൻ. അദ്ദേഹം എന്താണ് അവരുടെ ദാരിദ്ര്യ നിവൃത്തിക്കായിട്ട് ചെയ്തിരിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. അദ്ദേഹം ഒരു സ്തവം, എന്താണ് സ്തോത്രം, സ്തുതിക്കുകയും ഐശ്വര്യദേവതയെ സ്തുതിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. സ്തോത്രേന സ്തുതം. ശങ്കര ദിഗ്വിജയം കസ്മിൻ കാവ്യവിഭാഗേ അന്തർഭവതി. മഹാകാവ്യം. മഹാകാവ്യത്തിലാണ് എന്ത് ഉൾപ്പെടുന്നത്? ശങ്കര ദിഗ്വിജയം. എഴുതിയത് ആരാണ്? മാധവ വിദ്യാരണ്യ സ്വാമി. ശങ്കരഃ കൈഹി സഹ ഭിക്ഷാർത്ഥം അഗച്ഛത് സവയോഭിഹി. ആരുടെ കൂടെയാണ് പോയിരിക്കുന്നത്? സവയോഭിഹി എന്ന് പറഞ്ഞാൽ ശങ്കര സതീർത്ഥേഹി സഹ എന്ന് പറയാം, സവയോഭിഹി പറയാം. കാരണം കൂട്ടുകാരുടെ കൂടെയാണ് അദ്ദേഹം എവിടെ പോയിരിക്കുന്നത്? ഭിക്ഷാടനത്തിനായിട്ട് പോയിരിക്കുന്നത്. ഭവാദൃശേഷു വരിവസ്യാം പ്രതിപാദയന്തി തേ കൃതിനഃ കസ്യ വചനം. ബ്രാഹ്മണ പത്ന്യാഹ. എന്താണ് നിങ്ങൾക്ക് തരാൻ, അല്ലേ? എൻ്റെ കയ്യിൽ ഒന്നുമില്ലാലോ, അല്ലെങ്കിൽ ഇത്രയും തേജസ്സുള്ള ആളുകൾ നമ്മളെ അടുത്തെത്തിയിട്ട് എനിക്കൊന്നും തരാനാവുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമാണ് കാണിക്കുന്നത്. അപ്പോൾ ബ്രാഹ്മണ പത്നിക്ക് നൽകാൻ സാധിക്കാത്ത കാര്യങ്ങളാണ് പറയുന്നത്. ഗൃഹിണി വടവേ ഭൈക്ഷ്യം വിതരീതും ന ശക്നോതി സ്മ. കാരണം കിം? അകിഞ്ചനത്വാത്, അല്ലേ? ഒന്നും നൽകാനില്ലാത്ത വിഷമത്തിൽ. ഗൃഹിണി വടവേ ഭൈക്ഷ്യം വിതരീതും ന ശക്നോതി സ്മ. അപ്പോൾ കാരണം എന്താണ്? അകിഞ്ചനത്വാത്. ഗൃഹിണി വ്രതീന്ദവേ കിം പ്രദദോ. എന്താണ് ആർക്ക് നൽകിയത്? ഈ വ്രതീന്ദ്രൻ ആരാണ് ഇവിടെ? ശങ്കരാചാര്യർക്ക്, അല്ലെങ്കിൽ ഭിക്ഷാടനത്തിനായിട്ട് വന്ന ആൾക്ക് എന്താണ് ഈ ഗൃഹിണി നൽകിയിരിക്കുന്നത്? ആമലകം, ഒരു ചെറിയ നെല്ലിക്ക കേട്ടോ. അവിടെ ഒന്നുമില്ലായിരുന്നു. പറയപ്പെടുന്നത് ചുരുണ്ട് കൂടിയ നെല്ലിക്ക, ഉപയോഗശൂന്യമായ ആ ഒരു നെല്ലിക്കയാണ് ഭിക്ഷയായിട്ട് നൽകുന്നത്. കസ്യാഹ വചനം നിശമ്യ ശങ്കരഃ ദയാദ്രദീഹി അഭവത് ബ്രാഹ്മണ പത്ന്യാഹ. ആരുടെ വചനം കേട്ടിട്ടാണ് ശങ്കരാചാര്യർക്ക് മനസ്സ് ഭയങ്കര ദയാദ്രമായത്? ബ്രാഹ്മണ പത്ന്യാഹ. മുരബിത് കുടുംബിനി കാ. അദ്ദേഹം ലക്ഷ്മി ദേവിയെയാണ് സ്തുതിച്ചത്, അല്ലേ? ലക്ഷ്മി ദേവിയെ എന്താണ് സ്തുതിച്ചിട്ടാണ്. ഐശ്വര്യ ദേവതയാണ്, അല്ലേ? ലക്ഷ്മി ദേവി. മുരഭി കുടുംബിനി എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവിൻ്റെ ഭാര്യ. അപ്പോൾ ഐശ്വര്യ ദേവതയെ പ്രാർത്ഥിച്ചുകൊണ്ട്, അമ്മേ ഈ കുടുംബത്തിൻ്റെ എന്താണ് എല്ലാ ദാരിദ്ര്യവും മാറ്റിത്തരണമേ. അപ്പോൾ കനകധാര വർഷിച്ചു എന്നാണ് പറയുന്നത്. സ്വർണ്ണമഴ പെയ്തു. അപ്പോൾ മുരബിത് കുടുംബിനി ലക്ഷ്മി. കമല ബ്രാഹ്മണ ഭവനം കൈഹി അപൂരയത്. അപ്പോൾ കനക ആമലൈഹി, സ്വർണ്ണ നെല്ലിക്ക കൊണ്ടാണ് അവിടെ എന്ത് ചെയ്തത്? മഴ പെയ്തത് എന്നാണ് പറയപ്പെടുന്നത്. ശങ്കരഃ കസ്യ നിവേശം അമരസ്പൃഹണീയ സമ്പദം അകരോത് ദ്വിജവര്യസ്യ. അപ്പോൾ ശങ്കരഃ കസ്യ സവിതേ ശാസ്ത്രപരാണി അശിക്ഷതഃ. എവിടെയാണ് പഠിക്കുന്നത്? അപ്പം എവിടുന്നാണ് ശാസ്ത്രങ്ങൾ അഭ്യസിച്ചിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. എവിടുന്നാണ്? ഗുരുവിൻ്റെ സമീപത്ത് നിന്ന്. മുരബിത് കഹ. മുരനെന്ന അസുരനെ വധിച്ചവൻ ആരാ? അതാണ് മഹാവിഷ്ണു. ആ മഹാവിഷ്ണുവിൻ്റെ കുടുംബിനിയാണ് ആര്? ഐശ്വര്യ ദേവതയായ ലക്ഷ്മി ദേവി. ഭാരതീയ സംസ്കൃതേ നിദാനഭൂതാനി കാനി. വേദ ഇതിഹാസ പുരാണങ്ങൾ. വേദവും ഇതിഹാസങ്ങളും പുരാണങ്ങളും എവിടെയാണുള്ളത്? നമ്മുടെ സംസ്കൃത സാഹിത്യത്തിൽ, അല്ലേ? അപ്പോൾ സംസ്കൃതം നിങ്ങൾ പഠിക്കുക, കൂടുതൽ അറിയാൻ വേദങ്ങൾ എന്താണെന്നും ഇതിഹാസം എന്തൊക്കെയാണെന്നും അതൊക്കെ
രാമായണം, മഹാഭാരതം ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുക, അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക, 18 പുരാണങ്ങളെ കുറിച്ച് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഒരു പൂരേത എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഒന്ന് വായിക്കുക. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഈ പാഠഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഈ പാഠങ്ങളൊക്കെ നിങ്ങൾ അർത്ഥമൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി വെച്ചത് കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് കടക്കുന്നത്. അപ്പോൾ വായിച്ച് നോക്കുക. അപ്പോഴത്തേക്ക് കുറേ സമയം പിടിക്കുന്നതുകൊണ്ടാണ് അതിലേക്ക് കടക്കാത്തത്. അപ്പോൾ കഥകളൊക്കെ ഒന്ന് ചുരുക്കി പറഞ്ഞത് അതുകൊണ്ടാണ്. വേദ ഇതിഹാസ പുരാണാദീനി ഭാരതീയ സംസ്കൃതേഹി നിദാനഭൂതാനി ഭവന്തി. അപ്പോൾ ഭാരതീയ സംസ്കൃതിയിലെ നിദാനഭൂതമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? വേദം, ഇതിഹാസം, പുരാണങ്ങൾ. വേദം, ഇതിഹാസം, പുരാണങ്ങൾ. വേദ, ഇതിഹാസ, പുരാണങ്ങൾ. വേദങ്ങൾ എത്രയാണ്? 4. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. ഏതൊക്കെയാണ്? ഋഗ്വേദം, സാമവേദം. അപ്പോൾ ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. അപ്പോൾ പിന്നെ നമ്മൾ ഇതിഹാസങ്ങൾ എന്ന് പറഞ്ഞാൽ രാമായണവും മഹാഭാരതവും. പുരാണങ്ങൾ 18 പുരാണങ്ങൾ കേട്ടോ. ശങ്കര ദിഗ്വിജയസ്യ കാവ്യസ്യ കർത്ത മാധവ വിദ്യാരണ്യ സ്വാമി. ആരാണ്? മാധവ വിദ്യാരണ്യ സ്വാമി. അപ്പോൾ ഇതിൽ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ നോക്കി വെക്കണേ. ശ്രീ ശങ്കരാചാര്യസ്യ ദേശ് അദ്വൈത ചിന്താ പ്രതിഷ്ഠാപകഃ ഭവതി. അദ്ദേഹം ശ്രീ ശങ്കരാചാര്യർ ആരായിരുന്നു? അദ്വൈത ചിന്താ പ്രതിഷ്ഠാപകഃ ഭവതി. ശ്രീ ശങ്കരസ്യ ചരിതം ഉപവർണിതം മഹാകാവ്യം ശങ്കര ദിഗ്വിജയം. ശങ്കരാചാര്യരെ കുറിച്ച്, ശങ്കരാചാര്യരുടെ ചരിത്രം മുഴുവൻ വർണ്ണിക്കുന്ന കാവ്യമാണ്, മഹാകാവ്യമാണ് ഇത് ശങ്കര ദിഗ്വിജയം. എഴുതിയിരിക്കുന്നത് മാധവ വിദ്യാരണ്യ സ്വാമി. ശ്രീശങ്കരഃ ഡേഷ് പ്രതിഗൃഹം അടന്നാസീത് ഭിക്ഷാർത്ഥം. അല്ലേ? ശങ്കരാചാര്യഃ ശ്രീശങ്കരഃ ഭിക്ഷാർത്ഥം പ്രതിഗൃഹം അടന്നാസീത്. ബ്രാഹ്മണസ്യ ദാരിദ്ര്യ നിവൃത്തിയെ ശങ്കരഃ മുരബിത് കുടുംബിനീം സ്തൗതി സ്മ. ഭവാദൃശേഷു വരിവസ്യാം പ്രതിപാദയന്തി തേ കൃതിനഃ. അകിഞ്ചനത്വ വടവേ ഭൈക്ഷ്യം വിതരീതും ഗൃഹിണി ന ശക്നോതി. എന്ത് നൽകാനാണ് സാധിക്കാത്തത്? ഭൈക്ഷ്യം, ഭിക്ഷ നൽകാൻ ആർക്ക് സാധിച്ചില്ല? ബ്രാഹ്മണ ഗൃഹിണിക്ക്. ബ്രാഹ്മണ പത്നി വ്രതീന്തവേ ഡേഷ് പ്രദതോ. എന്താണ് നൽകിയിരിക്കുന്നത്? ഓർത്തു നോക്കിയേ, കിട്ടുന്നുണ്ടോന്ന്? എന്തായിരുന്നു നൽകിയത്? ആമലകം. അല്ലെ? നെല്ലിക്ക. ആമലകം എന്ന് പെട്ടെന്ന് കിട്ടിയില്ലെങ്കിലും രാത്രിന്നെങ്കിലും എഴുതി വെക്കണം കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ പോലും വിട്ടു പോരുത്. നിങ്ങൾ അറിയുന്ന പോലെ നന്നായിട്ട് ക്വസ്റ്റ്യൻസിൽ തന്നെ ആൻസർ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ കേട്ടോ. ഒന്ന് ആലോചിച്ചിട്ടേ എഴുതാൻ പാടുള്ളൂ. കമല തദ്ഭവനം കമല കനക ആമലകൈഹി പൂരേത. പൂരേത. പിന്നെ നമുക്ക് ഉദാഹരണാനുസാരം പദച്ഛേദം എഴുതാൻ പറഞ്ഞാൽ നമുക്ക് ഈ പദച്ഛേദങ്ങളൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്ന പദച്ഛേദങ്ങളൊക്കെ ഒന്ന് ചേർത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കുക. അതിൽ കുറച്ചെണ്ണം ഞാൻ വായിക്കാം. സ്തവേന ഏകേന സ്തവേനേകേന, ബാലേന ഏവം ബാലേനൈവം, കരേണ ഏവം കരേണൈവം. അപ്പം ആ രീതിയിലുള്ള വാക്കുകൾ കണ്ടെത്തിയിട്ട് എഴുതി വെക്കുക കേട്ടോ. ദിക്ക് ഇതം ദിഗ്ഗിതം, തൗ അഭി താവബി, പ്രദദൗ ആമലകം പ്രദദാമലകം. അപ്പം അങ്ങനെയുള്ള രീതികളിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കി വെക്കാം. കുടുംബിനി കം അവോചത. അപ്പോൾ കുടുംബിനി അവോചത, കം അവോചത. ആരോടാണ് സംസാരിച്ചത്? ശങ്കരം. ആദരേണ സഹ ഇത്യസ്യ ഏകം പദം സാദരം. ആദരേണ സഹ ഏതാണ്? സാദരം. ഗൃഹിണി ഇത്യർത്ഥകം പദം കിം? കുടുംബിനി. ഗൃഹിണി എന്ന പദത്തിന് വേറൊരു പദം എന്താണ്? കുടുംബിനി. ശ്ലോകേ ക്രിയാപദം അവോചത. നമുക്ക് ഓരോ ശ്ലോകത്തിലും എന്താണ് ഓരോ ക്രിയാപദം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നോക്കി വെക്കുക കേട്ടോ. അത് ഓരോ ശ്ലോകത്തിൻ്റെ എടുത്തിട്ടില്ല. വിധിനാ ഗലു വഞ്ചിതാം വയം. ആ ശ്ലോകത്തിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. വിധിനാ വഞ്ചിത ബ്രാഹ്മണ സ്ത്രീ. വിധി കൊണ്ട് വഞ്ചിക്കപ്പെട്ടവൾ അല്ലേ? എന്ന് വെച്ചാൽ പണത്തിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അല്ലേ? ബ്രാഹ്മണ സ്ത്രീ. വടവേ ഭൈക്ഷ്യം വിതിരീതും ന ശക്നുമ
അകിഞ്ചനത്വാത്. ദിഗ്ഗിതം ഇത്യസ്യ പദച്ഛേദം ദിക്ക് അധികം ഇതം. തുമുനന്തം തുമുനന്തം എന്ന് പറഞ്ഞാൽ തും അവസാനിക്കുന്നത്. വിതരീതും പഠിത്തും ഗന്ധും അങ്ങനെയുള്ള തുമുനന്തം വരുന്ന വാക്കുകൾ ശ്രദ്ധിക്കാം. കുടുംബിനി ബ്രതീന്തവേ കിം പ്രദദോ ആമലകം. കരുണം വചനം നിശമ്യ സഹ കീദൃശഃ അഭവത് ദയാദ്രി. ആമലകം കസ്മൈ പ്രദദോ ബ്രതീന്തവേ. ശ്ലോകേ ലബന്ധം പദം നിശമ്യ. അപ്പോൾ ഓരോ ശ്ലോകത്തിലുള്ള നോക്കുക കേട്ടോ. സാ മുനബിർ കുടുംബിനി അതിൽ കുറച്ച് നോക്കാം. മുരബിത് കഹ വിഷ്ണു. ശങ്കരഃ കിമർത്ഥം ലക്ഷ്മി ഉപസ്ഥിതവാൻ ദ്വിജ ദാരിദ്ര്യ നിവർത്തിക്ക്. അല്ലേ, നമ്മൾ ഭിക്ഷാടനത്തിന് പോയിട്ട് നമ്മൾ എന്തിനാണ് പോകുന്നത്? ഒന്നുമില്ലായിട്ടല്ല. ഈ ഭിക്ഷ യാചിച്ച് കിട്ടുന്ന കാര്യങ്ങളാണ് ഗുരുകുലത്ത് കൊണ്ടുപോയിട്ട് ഭക്ഷണമാക്കുന്ന ഇവർ എല്ലാ ജോലികളും ഗുരുകുലത്തിലത് ഇവർ ചെയ്യണം. കാട്ടിൽ നിന്ന് വിറക് ശേഖരിക്കുന്നതൊക്കെ കുട്ടികൾ തന്നെയാണ്. മുരബിത് കുടുംബിനി കാ ലക്ഷ്മി. ഇപ്പോൾ ഈ ചോദ്യം തന്നെ നമ്മൾ കുറേ വട്ടം പറഞ്ഞു. മുരബിത് കുടുംബിനി ലക്ഷ്മി. സാ മുനി ഇത്യത്ര പദച്ഛേദം സഹ മുനി. അമുനാവചനേന. അപ്പോൾ അടുത്തതിൽ ശ്ലോകത്തിൽ നോക്കാം. അസ്മിൻ ശ്ലോകേ ക്രിയാപദം അപശ്യത. ലക്ഷ്മി കഥം തോഷിത ശങ്കരസ്യ വചനേന. അപ്പോൾ ആരുടേതാണ്? ശങ്കരൻ്റെ വചനം കേട്ടിട്ടാണ് എന്താണ് ലക്ഷ്മി ദേവി കടാക്ഷിച്ചത്. തസ്യാഹ ഭവനം ഇത്യസ്യേകം പദം തദ്ഭവനം. ഏകം അവ്യയ പദം ഏതാ പറഞ്ഞാൽ ച. അമനസ്പൃഹണീയ സമ്പദം. അപ്പോൾ ആ ഒരു ശ്ലോകത്തിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ശ്ലോകേ ഗൃഹം ഇത്യർത്ഥകം പദം. ഗൃഹം ഗൃഹം എന്ന് പറയുന്ന വേറൊരു പദം എഴുതാനാണ് പറയുന്നത്. എന്താണ്? പുരം, നിവേശം, ഇതൊക്കെ നമുക്ക് എഴുതാം. ശ്ലോകേ ക്രിയാപദം കിം വിവേശം. ഏകം ലബന്ധം. അപ്പോൾ അത് ഇങ്ങനെയുള്ള പദങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതുക കേട്ടോ. കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ തരികയാണ്. ശങ്കരഃ കുത്ര ശാസ്ത്രപരാണി അശിക്ഷത ഗുരോഹോ സവിതേ. അന്വയം എഴുതാൻ വരും നിങ്ങൾക്ക്. അപ്പോൾ എന്ത് ചെയ്യുക? ശ്ലോകം പഠിക്കുക, അന്വയം ക്രമപ്പെടുത്തിയിട്ട് എഴുതാം. അപ്പോൾ ഈ 2 ചാപ്റ്ററിൽ നിന്ന് ഒരുവിധം ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ അതൊക്കെ ഒന്ന് ഓർത്തെടുക്കുക. പിന്നെ ഓരോ സസ്യങ്ങളെ കുറിച്ചിട്ടുള്ള പാഠം പറഞ്ഞു. അപ്പോൾ അതിനകത്ത് ഓരോന്നും ഓരോ സാധനങ്ങൾ അല്ലെങ്കിൽ ഓരോ ഇപ്പം ഹരിദ്ര മഞ്ഞൾ എന്തിനാണ്, വേപ്പ് എന്തിനാണ്, ഇതൊക്കെ എന്തിനാണെന്ന് നമ്മൾ ആലോചിച്ച് എടുക്കുക, എന്നിട്ട് പൂരിപ്പിക്കുക കേട്ടോ.